കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവും ചാലക്കുടി എംപിയുമായ ശ്രീ ബെന്നി ബെഹനാനാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത്. കേരളത്തിലെ ആദ്യത്തെ പാർലമെന്റ് നിയോജകമണ്ഡലം അടിസ്ഥാനത്തിലുള്ള UDF ഇലക്ഷൻ കമ്മിറ്റി ഇന്ന് ചാലക്കുടി നിയോജകമണ്ഡലത്തിന്റെ അങ്കമാലി വെച്ച് രൂപീകരിക്കുകയാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സെക്കുലർ സ്റ്റേറ്റാണ്. ആ സെക്കുലർ സ്റ്റേറ്റിന്റെ ഹെഡ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഒരു പൂജാരിയായി വേഷം കെട്ടുന്നതിനോട് ജനങ്ങൾക്ക് യോജിപ്പില്ല. ഈ പാർട്ടിയിൽ നിന്നും ആരെയും അങ്ങനെ മാറ്റി നിർത്തിയെന്ന വിശ്വാസം എനിക്കില്ല, പ്രത്യേകിച്ച് മുൻ KPC പ്രസിഡന്റ്മാരെ. കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുടെ പരിച്ഛേദമാണ്. കോൺഗ്രസിനകത്ത് എല്ലാവരും ഉണ്ട്. രണ്ടാം വട്ടം അധികാരത്തിൽ വന്നതാണ് പിണറായി ഗവൺമെന്റിനല്ല, മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ തകർച്ച. സമരങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊരു വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് അതിൽ കരിങ്കൊടി കാണിക്കുള്ളൂ, ഞങ്ങൾ മുഖ്യമന്ത്രിയെ കല്ലെറിയില്ല. മോഡി കൊടുക്കേണ്ട ഗ്യാരണ്ടി മോഡി കൊടുക്കുന്നില്ല. ഈ രാജ്യത്തുണ്ടായ വർഗീയ കലാപങ്ങളെയൊക്കെ അടിച്ചമർത്തിയത് ആയുധം കൊണ്ടല്ല, മതേതരത്വം എന്ന മൂല്യത്തിന്റെ ശക്തി കൊണ്ടാണ്. അന്ധമായ കോൺഗ്രസ് വിരോധം രാജ്യത്തിന് അപകടമാണ്. ഉമ്മൻചാണ്ടി സത്യം ജയിക്കുമെന്നതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രത്യയശാസ്ത്രം. ആ സത്യം ജയിച്ചു കണ്ടിട്ട് അദ്ദേഹത്തെ മരിച്ചത്. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവും ചാലക്കുടി എംപിയുമായ ശ്രീ ബെന്നി ബെഹനാനാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. ഇലക്ഷൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, കൃത്യമായി പറഞ്ഞാൽ 2 മാസം. എന്താണ് കോൺഗ്രസ് ചാലക്കുടി മണ്ഡലത്തിൽ ഇലക്ഷന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്? ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല, ആദ്യം ഇലക്ഷന്റെ കാര്യത്തിൽ ഈ പ്രാവശ്യം വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFന് നല്ല ഒരു വിജയം കഴിഞ്ഞ കാലഘട്ടത്തിലെ പോലെ ഉണ്ടാകും എന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ കാണുന്ന പുതിയ പ്രവണതകൾ രാജ്യത്തെ വലിയൊരു അപകടത്തിലേക്ക് നയിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. അതിൽ രാജ്യത്ത് ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത രീതിയിലുള്ള വർഗീയ ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും തകർത്തുകൊണ്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം വരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ആയപ്പോൾ ഭരണഘടനാപരമായി നമുക്ക് അനുവദിച്ച് കിട്ടിയ ചില അടിസ്ഥാന തത്വങ്ങളും മൂല്യങ്ങളുമുണ്ട്. അതെല്ലാം തകർത്തുകൊണ്ട് ഇന്ത്യയെ ഒരു പുതിയ റിപ്പബ്ലിക് തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ ശ്രമമാണ് മോഡി ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായ ഒരു വികാരം സ്വാഭാവികമായും വളരെ രാഷ്ട്രീയ പ്രമുഖതയുള്ള കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് വിജയം കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. താങ്കൾ ചോദിച്ചത് എൻ്റെ നിയോജകമണ്ഡലത്തിലെ പ്രവർത്തനത്തെക്കുറിച്ചിട്ടാണ്. നിയോജകമണ്ഡലത്തിലെ പ്രവർത്തനത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പ്രാവശ്യം കോൺഗ്രസും UDFും നേരത്തെ തന്നെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. മിഷൻ 24 എന്ന് പറയുന്ന ഒരു പദ്ധതി 1 വർഷം മുമ്പ് തന്നെ പാർലമെന്റ് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം ക്രോഡീകരിക്കുന്നതിനും ക്രമപ്പെടുത്തുന്നതിനും സ്ഥാനാർത്ഥി നിർണയം ഒഴികെ മറ്റ് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ട എല്ലാ ഹോംവർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ഒരു പദ്ധതി രൂപീകരിച്ചിരുന്നു. അതനുസരിച്ച് വളരെ ചിട്ടയോടുകൂടി ആ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ മിഷൻ 24ൻ്റെ പ്രവർത്തനത്തിൽ ആദ്യം തുടക്കം കുറിച്ചത് ചാലക്കുടിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെ ചാലക്കുടി മോഡൽ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു പദം തന്നെ വന്നായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അത് പ്രവർത്തനമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയും UDFും തീരുമാനിക്കുന്നത്. താങ്കൾ ഇന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ദിവസം UDFിൻ്റെ ഒരു തീരുമാനം കഴിഞ്ഞ UDF നേതൃത്വ യോഗത്തിലുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നേരത്തെ UDF ഇലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കണമെന്ന്. സാധാരണ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി വന്നതിന് ശേഷമാണ് UDFിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പാർലമെന്റ് നിയമങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. അപ്പോൾ ആ കാലതാമസം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും UDFിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വരാനുള്ള കാലതാമസം പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിക്കുമെന്നതുകൊണ്ട് ഈ പ്രാവശ്യം നേരത്തെ കൂടിയ ഞാൻ ഉൾപ്പെടെ കൂടിയ UDFിൻ്റെ സംസ്ഥാന നേതൃത്വം എടുത്ത തീരുമാനം UDFിൻ്റെ ഇലക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കണം, പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ രൂപീകരിക്കണം. കേരളത്തിലെ ആദ്യത്തെ പാർലമെന്റ് നിയോജകമണ്ഡലം അടിസ്ഥാനത്തിലുള്ള UDF ഇലക്ഷൻ കമ്മിറ്റി ഇന്ന് ചാലക്കുടി നിയോജകമണ്ഡലത്തിൻ്റെ അങ്കമാലി വെച്ച് രൂപീകരിക്കുകയാണ് എന്ന കൂടി ഞാൻ ഈ അവസരത്തെ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, ഈ ചാലക്കുടി മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെയും എറണാകുളത്തെയും നടുക്കുള്ള ഒരു മണ്ഡലമാണ്. തൃശ്ശൂരിലാണെങ്കിൽ BJP അതിശക്തമായ രീതിയിൽ വലിയ രീതിയിൽ പ്രചരണം കഴിച്ചുവിടുന്നു. 2 തവണ തന്നെ ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്നു കഴിഞ്ഞു.
സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് വളരെ വ്യക്തമായ രീതിയിലുള്ള ഇലക്ഷൻ പ്രോപ്പഗണ്ട തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും BJP ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പ്രതിഫലനം ചാലക്കുടിയിലും ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. BJP നടത്തുന്ന ശ്രീ മോഡി വന്ന് നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ പ്രതിഫലനം തൃശ്ശൂർ പോലും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ പ്രാവശ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ വളരെ ക്ലിയറാണ്. മോഡി ഇന്ത്യയെ മറ്റൊരു മേഖലയിലേക്കാണ് നയിക്കുന്നത്. നമ്മുടെ രാജ്യം ഒരു മതേതരത്വ രാജ്യമാണ്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ആയിരുന്നു എന്ന് പറയേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ മോഡിക്ക് ഇത്തവണ കൂടുതൽ എതിർപ്പുണ്ടാവുമെന്ന് പറയാൻ കാരണം. നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യം, അത് ഈ നാടിൻ്റെ ഒരു സൗന്ദര്യമാണ്. അതെല്ലാം തകർത്തുകൊണ്ട് രാജ്യത്തെ മറ്റൊരു തലങ്ങളിലേക്ക് മോഡി കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഇത്രമാത്രം വിശ്വാസത്തെ പോലും ഇത്രമാത്രം രാഷ്ട്രീയവൽക്കരിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി പൂജാരിയാകേണ്ട വ്യക്തിയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സെക്കുലർ സ്റ്റേറ്റാണ്. ആ സെക്കുലർ സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഒരു പൂജാരിയായി വേഷം കെട്ടുന്നതിനോട് ജനങ്ങൾക്ക് യോജിപ്പില്ല. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മോഡി നടത്തുന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ 2 പ്രാവശ്യം അവിടെ വന്നു. ആ 2 പ്രാവശ്യം വന്നതിൻ്റെ ഒരു കോളിളക്കമൊന്നും തൃശ്ശൂരുണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. തൃശ്ശൂരിൽ UDF കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വീണ്ടും ചെയ്യിക്കും. തൃശ്ശൂരുണ്ടാകാത്ത പ്രതിഫലനം ചാലക്കുടിയിൽ ഉണ്ടാവും ഞാൻ ഒട്ടും വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാളും കോൺഗ്രസിൽ ഐക്യമുണ്ട് എന്ന് പറയാൻ പറ്റുമോ? കോൺഗ്രസിൽ ഐക്യമുണ്ടല്ലോ. കോൺഗ്രസിൽ എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും ഒരു ചോദ്യമാണ് കോൺഗ്രസിൽ ഐക്യമുണ്ടോ. ഇതിനേക്കാൾ വലിയ കുഴപ്പങ്ങളാണ് മറ്റുള്ള പാർട്ടികൾ നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു അപജയം സംഭവിച്ചിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതുപോലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായിട്ടുണ്ട്. CPI നടക്കുന്നില്ലേ, BJP നടക്കുന്നില്ലേ? പക്ഷെ ഇത്രയും പ്രകടമല്ലാതെ എന്താ പ്രകടമല്ലാത്തതെന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്തൊക്കെ നേതാക്കന്മാർ പരസ്പരം വിളിച്ച് പറയുന്നത്? CPI എന്തായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടത്? പ്രകടം എന്ന് പറയുന്നത് എല്ലായിടത്തും പ്രകടനമുണ്ട്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങൾ നടക്കുന്ന ചർച്ചകളും ഞങ്ങൾ നടക്കുന്ന അഭിപ്രായങ്ങളും ഒക്കെ കുറച്ചുകൂടി സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളിൽ വരും. മാധ്യമങ്ങൾ കുറച്ചുകൂടി അത് പർവ്വതീകരിച്ചിടും. മറ്റൊരു പാർട്ടിയിൽ ഇതുപോലെ തന്നെ നടക്കുന്നത് എത്രയോ സീനിയർ നേതാക്കന്മാർ വെട്ടി നിരത്തി മാർക്സിസ്റ്റ് പാർട്ടി. എത്രയോ ആളുകൾ മാറ്റി നിർത്തി. BJP സംസ്ഥാനത്ത് ഒരിക്കലും അധികാരത്തിൽ വരാൻ പറ്റാത്തൊരു പാർട്ടിക്കകത്ത് കേരളത്തിൽ നടക്കുന്ന ആഭ്യന്തര കലാപം എന്താ? അതൊന്ന് വെച്ച് നോക്കാൻ കോൺഗ്രസ് അത്ര ഇല്ലെന്നുള്ള അഭിപ്രായക്കാരനാണ്. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. ഇപ്പം ഈ പല സ്ഥലങ്ങളിലും ഇപ്പം നമുക്കറിയാം TN പ്രതാപന്റെ പേരിൽ ചുമരെഴുത്തുകൾ ഉണ്ടായി. സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഈ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ വരുന്നു. അതിനെതിരെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തൃശ്ശൂരുണ്ടായെന്ന് ഞാൻ തോന്നുന്നില്ല. ഇല്ല, പ്രഖ്യാപനം ഉണ്ടായില്ല എങ്കിൽ പോലും ചുമരെഴുത്തുകൾ ഉണ്ടായി. ആരെങ്കിലും കാണിക്കുന്ന അമിതാവേശം MK രാഘവൻ പറഞ്ഞിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ തെറ്റാണ്. അല്ല, അതൊക്കെ ആരെങ്കിലും അമിതാവേശം കാണിക്കുന്നതാണ്. അമിതാവേശം കാണിക്കുന്നത് ശരിയാന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇപ്പൊ പുതിയതായിട്ടൊരു വാർത്ത വരുന്നത് VM സുധീരൻ തൃശ്ശൂരിൽ മത്സരിച്ചേക്കുന്നതാണ്. ഇപ്പൊ VM സുധീരൻ നമുക്കറിയാം. ഇപ്പൊ ഞാൻ അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി പറയാം. VM സുധീരൻ വളരെ പരസ്യമായി തന്നെ നേതൃത്വം തന്നെ അവഗണിക്കുന്നെന്നും പല കാര്യങ്ങളും താൻ ചർച്ച ചെയ്യുന്നില്ലെന്നും മുൻ KPCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ യാതൊരു പരിഗണനയും തരുന്നില്ല എന്നും പ്രഖ്യാപിച്ചിട്ട് അധിക ദിവസമായിട്ടില്ല. ഞാൻ വ്യക്തിപരമായി ആരുടെ കുറിച്ചുള്ള അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. VM സുധീരൻ മത്സരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. VM സുധീരൻ എവിടെയെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തുമെന്ന് എനിക്കറിയില്ല. VM സുധീരൻ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനത്തിനോടൊന്നും ഇപ്പം ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. കാര്യം VM സുധീരൻ KPCC പ്രസിഡന്റായിരുന്നു. ഈ പാർട്ടിയിൽ നിന്നും ആരെയും അങ്ങനെ മാറ്റി നിർത്തിയെന്ന വിശ്വാസം എനിക്കില്ല, പ്രത്യേകിച്ച് മുൻ KPCC പ്രസിഡന്റ്മാരെ. ഇതിലിപ്പോൾ മ്യൂസിക് നമുക്ക് എല്ലാ കാലത്തും കോൺഗ്രസിൽ ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്, ഗ്രൂപ്പ് വലിയ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു പുതിയ വാർത്തയൊന്നുമില്ല. പക്ഷേ ആ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് UDFിലായാലും ശരി കോൺഗ്രസിലായി ഇത്ര വിഷയങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതിനൊക്കെ പരിഹാരം കണ്ടെത്താൻ വേണ്ടി എല്ലാ കാലത്തും ഉമ്മൻചാണ്ടി എന്നുള്ള വലിയൊരു മഹാവൃക്ഷം ഉണ്ടായിരുന്നു. ഇത്തവണ ഉമ്മൻചാണ്ടി ഇല്ല കൂടെ. അതെങ്ങനെയാണ്? ഉമ്മൻചാണ്ടിയുടെ ഒരു ഗ്രൂപ്പ് തലത്തിൽ പറഞ്ഞു തീർക്കുന്ന ഒരു നേതൃത്വത്തിൽ നിന്നുകൊണ്ടല്ല നിങ്ങൾ ഉമ്മൻചാണ്ടിയെ കാണേണ്ടത്. നിങ്ങളുടെ ചോദ്യം തന്നെ കോൺഗ്രസിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുമ്പോൾ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു മഹാപക്ഷമാണ് ഉമ്മൻചാണ്ടി. അതല്ല, ഉമ്മൻചാണ്ടി അതിനേക്കാളൊക്കെ അപ്പുറത്ത് തീർച്ചയായും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് ഇത്രമാത്രം വേരൂന്നിയിട്ടുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ അഭാവം കോൺഗ്രസിനകത്ത് മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ ഒരു നിര്യാണം മൂലം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ, രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയൊരു വിടവുണ്ടായിട്ടുണ്ട്. ആ വിടവ് നിങ്ങൾ ആ അർത്ഥത്തിൽ കാണണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന ആഭ്യന്തര കലാപത്തിൻ്റെ
ഒരു മധ്യസ്ഥനായിട്ടല്ല. അല്ല, താങ്കളുടെ ചോദ്യം അതായിരുന്നു. അങ്ങനെയല്ല കാണേണ്ടത്. ഉമ്മൻചാണ്ടി ഇസ് എബവ് ദാറ്റ്. ഉമ്മൻചാണ്ടി കേരളത്തിലെ ആർക്കും അപ്രോച്ച് ചെയ്യാവുന്ന, ആർക്കും ചെന്ന് കാര്യങ്ങൾ പറയാവുന്ന സൗമ്യനായ, വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പക്വതയുള്ള രാഷ്ട്രീയത്തിൽ. അല്ല, അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു നേതാവില്ല, അത് അദ്ദേഹത്തിന്റെ അഭാവം എങ്ങനെയാണ് ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കാന്ന് ചോദിച്ചത്. താങ്കളുടെ ചോദ്യം അതായിരുന്നില്ല. അതാ പറയാൻ കാരണം നിങ്ങളെല്ലാം ഉമ്മൻചാണ്ടിയുടെ ഒരു നിര്യാണം പോലും കോൺഗ്രസിനകത്ത് ഒരു ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കണ്ടൊരു ചോദ്യമാണ് താങ്കൾ ആദ്യം ചോദിച്ചത്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്തറിയും. അങ്ങനെയാണ് ചോദിച്ചത്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത ചോദ്യത്തിന്റെ സാരാംശം അത് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞു. നമ്മൾ അപ്പം തർക്കേണ്ട കാര്യമില്ല. ഉമ്മൻചാണ്ടിയുടെ അഭാവം സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു കൂട്ടായ നേതൃത്വം ഉണ്ടാകണം. നേതൃത്വമുണ്ട്. ആ കൂട്ടായ നേതൃത്വത്തിലൂടെ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്ക്. പക്ഷേ ഇപ്പോൾ ഈ നമ്മുടെ KPCC പ്രസിഡന്റ് പുതുതായി ചുമതലയെടുക്കുന്ന സമയത്ത് KPCC പ്രസിഡന്റ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പാർട്ടിയെ നമ്മൾ സെമി കേഡർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമെന്നും താഴേക്കടയിൽ തൊട്ടിട്ടുള്ള പ്രവർത്തകരെ സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ട് കോൺഗ്രസിൽ അത്തരത്തിലൊരു നീക്കങ്ങളൊന്നും നടന്നിട്ടില്ല. അതൊക്കെ CPM ഒക്കെ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് അടുത്ത ഇലക്ഷനിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. കോൺഗ്രസിൽ അത്തരത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ചോദ്യം രണ്ടായിട്ട് കാണുന്നു. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ ഇലക്ഷൻ പ്രവർത്തനം ആരംഭിച്ചു. CPM ഈ പ്രാവശ്യം ആരംഭിച്ചതിനേക്കാൾ മുമ്പ്, ഞങ്ങൾ 1.5 വർഷം മുമ്പ് കോഴിക്കോട് വെച്ച് കൂടിയ ഒരു സംസ്ഥാന നേതൃയോഗത്തിൽ വെച്ച് മിഷൻ 24 എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ആ മിഷൻ 24ന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെയൊക്കെ ഇവിടെ ബൂത്ത് പ്രസിഡന്റ്മാർ തൊട്ടുള്ള 14 ബ്ലോക്കിലെ ബൂത്ത് പ്രസിഡന്റ്മാരും അതുപോലെ തന്നെ BLA-മാരുടെയും ചുമതലപ്പെട്ട നേതാക്കന്മാരുടെയും ക്യാമ്പുകൾ സംഘടിപ്പിച്ച് കഴിഞ്ഞ നിയമങ്ങളുണ്ട്. അപ്പോൾ തുടങ്ങിയില്ല എന്ന് പറഞ്ഞാൽ യാതൊരു കാര്യമില്ല. മറ്റൊന്ന്, താങ്കളുടെ ചോദ്യത്തിന്റെ ഫസ്റ്റ് പാർട്ട് സെമി കേഡർ. കോൺഗ്രസ് പാർട്ടി ഒരു കേഡർ പാർട്ടിയല്ല. കോൺഗ്രസ് പാർട്ടി ഒരു കൂട്ടായ്മയാണ്. ഒരു കേഡർ പാർട്ടിക്ക് ഒരു കേഡർ സ്വഭാവമുള്ള ആൾ മാത്രമേ പറ്റുള്ളൂ. കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുടെ പരിച്ഛേദമാണ്. കോൺഗ്രസിനകത്ത് എല്ലാവരും ഉണ്ട്. എല്ലാ വിശ്വാസികളും, മുതലാളിയും തൊഴിലാളിയും, കർഷകനും കർഷക തൊഴിലാളിയും, ഈശ്വരവിശ്വാസിയും നിരീശ്വരവാദിയും എല്ലാമുള്ള ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു സിംബൽ, ഒരു പ്രതിരൂപമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ കോൺഗ്രസ് പാർട്ടിക്ക് ഇവിടെ ഏതെങ്കിലും ഒരു കേഡർ പാർട്ടി പോലെ ആ കേഡർ പാർട്ടിയുടെ മുഴുവൻ രൂപമായിട്ട് മുന്നിട്ട് RSSനെ പോലെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയോ ഒരു കേഡർ പാർട്ടി ആകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവരുടെ സിദ്ധാന്തത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മാത്രമേ ആ പാർട്ടിയിൽ സ്ഥാനമുള്ളൂ. അവർക്ക് അഭിപ്രായമുള്ളൂ. സ്ഥാനം മാത്രമല്ല, അവർക്ക് അഭിപ്രായമുള്ളൂ. RSS കേഡർ സംഘടനയാണെന്ന് പറയുന്നു. RSSന്റെ തത്വങ്ങൾക്കെതിരായിട്ട് അതിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താണ്. കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസ് ഉണ്ടായ അന്ന് മുതൽ കോൺഗ്രസിന്റെ ഇതുവരെയുള്ള ചരിത്രം എടുത്ത് നോക്കിയാൽ ഈ പാർട്ടിയിലെ എല്ലാ ചിന്താഗതിക്കാരും അവരെയൊക്കെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു കൂട്ടായ നേതൃത്വവും കൂട്ടായ പ്രവർത്തന ശൈലിയുമാണ് കോൺഗ്രസിന് വേണ്ടത്. ആ പ്രവർത്തന ശൈലി ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. അതിനെ കുറച്ചുകൂടി ഒന്ന് ക്രോഡീകരിച്ച് കുറച്ചുകൂടി ഒരു സംഘടനാപരമായി ഒന്ന് ബലപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമമാണ് ശ്രീ സുധാകരൻ വന്നപ്പോൾ നടന്നത്. അത് ആ പ്രവർത്തനം ഇപ്പോഴും നടക്കുന്നുണ്ട് പാർട്ടിക്കകത്ത്. ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ തെക്കും വടക്കും തമ്മിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ രീതികളിൽ വലിയ മാറ്റങ്ങളുണ്ട് എന്ന്, അതുകൊണ്ടാണ് സുധാകരൻ അത് നടക്കാൻ പറ്റാതെന്നാണ് ഞാനങ്ങനെ വിശ്വസിക്കുന്നത്. അതൊക്കെ ആരോ പറയുന്നതായിരിക്കും. അല്ല, ഒരു സമുദായ നേതാവ് എന്നോട് പറഞ്ഞത് സുധാകരൻ കണ്ണൂരുകാരനായതുകൊണ്ട് അദ്ദേഹത്തിന് കോൺഗ്രസ് ദേശീയ തലത്തിലുള്ള പാർട്ടിയല്ലേ. കോൺഗ്രസിനകത്ത് കണ്ണൂർക്കാരനും തിരുവനന്തപുരംകാരനൊന്നുമില്ല. കാസർഗോട്ടും കണ്ണൂരും കാശ്മീരും ഡൽഹിയിലുള്ള കോൺഗ്രസ്സുകാരൻ്റെ ചിന്ത ഒരുപോലെയായിരിക്കണം. ഒരുപോലെയാണ് അതിനകത്ത്. പിന്നെ സംഘടനാ പ്രവർത്തനത്തിൽ ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായ ശൈലികളുണ്ട്. ആ ശൈലി ഇപ്പോൾ സുധാകരൻ്റെ ശൈലി ആയിരിക്കില്ല മറ്റൊരാളുടെ ശൈലി. അതിനേക്കാൾ വിട്ടിട്ട് കോൺഗ്രസിന്റെ ശൈലിയുണ്ട്. ആ ശൈലിയിൽ നിന്ന് ആർക്കും മാറിയിക്കാൻ പറ്റില്ല. അതിന് തെക്കും വടക്കും ശൈലിയൊന്നുമില്ല. അത് നാഷണൽ ആയിട്ടുള്ള ശൈലിയാണ് കോൺഗ്രസ് ശൈലി. ചാലക്കുടിയിൽ ഇപ്പം 2020 എന്ന പാർട്ടി ചാലക്കുടി മണ്ഡലത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായി വളർന്നുകൊണ്ടിരിക്കുന്നു. താങ്കളെ എന്നെ ചിലപ്പോൾ അംഗീകരിക്കില്ലായിരിക്കും. പക്ഷേ എങ്കിൽ പോലും 2020 നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ല. അവരിപ്പം തീരുമാനിച്ചിരിക്കുന്നത് ഈ ചാലക്കുടിയിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ മത്സരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ജനാധിപത്യത്തിൽ ആർക്കും മത്സരിക്കാം.
കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിലും ചില സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് പിന്തുണ കൊടുത്തു. അതെല്ലാം സ്വാഭാവികമാണ്. ജനാധിപത്യത്തിൽ മത്സരം നടക്കട്ടെ. ഞാൻ ജനാധിപത്യ രീതിയിലുള്ള മത്സരത്തെ സ്വാഗതം ചെയ്യുന്ന ആളാണ്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന്റെ സ്ഥിരം സിറ്റിംഗ് സീറ്റായ കുന്നത്തുനാട് നഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ അവിടെ 2020 മത്സരിക്കാൻ വന്നതോടുകൂടിയാണ്. വോട്ട് സ്പ്ലിറ്റായി പോവാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില അപകടങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നുള്ള എൻ്റെ ഒരു ചോദ്യം. കുന്നത്തുനാടിൽ തോറ്റതിൻ്റെ കാരണം കുറച്ചുകൂടി ഗൗരവമായി പഠിക്കേണ്ടിയിരിക്കുന്നു. കുന്നത്തുനാടിലെ പരാജയത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് അതുകൊണ്ട് മാത്രമാണോ? പല സ്ഥലങ്ങളിലും തോറ്റുള്ളൂ. പ്രാവശ്യം പല സ്ഥലങ്ങളിലും തോറ്റു. അവിടെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഒക്കെ കാണുമ്പോൾ വോട്ടിംഗ് പാറ്റേണൊക്കെ ഉണ്ട്. വോട്ടിംഗ് പാറ്റേൺ അല്ലാത്തടത്ത് പല സ്ഥലങ്ങളിലും കോൺഗ്രസ് തോറ്റല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അത്രയും ആർക്ക് വേണ്ടി മത്സരം. നമ്മളിപ്പോൾ അങ്ങനെ ഒരു താങ്കൾ പറഞ്ഞ വലിയൊരു സംഘടനയായിട്ട് ഞാൻ അതിനെ കണക്കാക്കിയിട്ടില്ല. ആർക്ക് വേണ്ടി മത്സരിക്കട്ടെ. മത്സരത്തിലൂടെയാണ് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി മത്സരിക്കുമ്പോൾ ഇന്ത്യയുടെ ദേശീയ തലത്തിൽ ഉണ്ടാകേണ്ട ചില കാഴ്ചപ്പാടുകൾ, ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിൽ, സാമൂഹ്യ രംഗത്ത്, വൈദേശിക രംഗത്ത് അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള ചില കാഴ്ചപ്പാട് കൂടിയാണ് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ദേശീയതയും അന്തർദേശീയവുമായ കാര്യങ്ങൾ, ആഭ്യന്തരമായ പ്രശ്നങ്ങളെയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ രാജ്യം ഭരണഘടനാപരമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന മൂല്യങ്ങളുടെ തകർച്ചയെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പിൽ അത്തരം വിഷയങ്ങൾ പറയട്ടെ, അത്തരം വിഷയങ്ങൾ പറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് മത്സരിക്കട്ടെ. അതൊക്കെ നമ്മുടെ ജനാധിപത്യ അവകാശമുള്ള. അവരിപ്പോൾ നമ്മളിപ്പോൾ ഒരു 3 പഞ്ചായത്തിൽ അവർ വളരെ ശക്തിയായി നിൽക്കുന്നു 2020. മാത്രമല്ല അവരിപ്പോൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത് 75 പഞ്ചായത്തുണ്ട്. ചാലക്കുടി നിയമമണ്ഡലത്തിൽ 75 പഞ്ചായത്തുണ്ട്. 3 പഞ്ചായത്തിന് സ്വാധീനമല്ലല്ലോ. ഞാൻ ആ വിഷയം അത്രേ ഉള്ളൂ. അവർ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അവർ പെൻഷൻ കൊടുക്കുന്നു, 5000 രൂപ പെൻഷൻ കൊടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനത്തെ എങ്ങനെ കാണുന്നില്ല. പ്രാവർത്തികമാകട്ടെ, അതൊക്കെ പ്രാവർത്തികമാകട്ടെ. വാഗ്ദാനങ്ങൾ ആർക്കും നൽകാം. ഞാൻ പറയുന്നത് നമ്മൾക്ക് ഉള്ള സമയം എത്രയോ നല്ല കാര്യങ്ങൾ പറയാൻ, ഈ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാനാണോ? ഞാനത് പറഞ്ഞല്ലോ, രാഷ്ട്രീയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 3 പഞ്ചായത്തുള്ള ഒരു പാർട്ടിയും 65 പഞ്ചായത്തിൽ കൂടുതലുണ്ട്. വിശാലമാണ് ഈ ചാലക്കുടി നിയമമണ്ഡലം. താങ്കൾ ഇവിടെ വരുന്നതിന് മുന്നിൽ, ഇപ്പം തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുന്നിൽ ഇവിടെ ഒരു സിനിമാ താരമായിരുന്നു MP ആയിട്ടുണ്ടായിരുന്നത്. ഇത്തവണയും അവർ ഒരു സിനിമാ താരത്തെ ഇറക്കും എന്നുള്ളൊരു വലിയ പ്രചരണങ്ങൾ. നിങ്ങളെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് ക്വസ്റ്റ്യൻ പോകുന്നതിന് ആരെങ്കിലും മത്സരിക്കട്ടെ. ഞാനിപ്പോൾ ഒരു സിനിമാ താരമായിട്ട് മത്സരിച്ച് ജയിച്ചയാളാണ്. അതെ, അഹംഭാവത്തിന്റെ ഭാഷയിൽ പറയുന്നതല്ല. അതെ, തെരഞ്ഞെടുപ്പിൽ സിനിമാ താരമോ സിനിമാ താരമല്ലാത്തയാളോ സെലിബ്രിറ്റി ഒന്നുമല്ല. തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട രാഷ്ട്രീയ പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളും ഉണ്ട്. അത് ചർച്ച ചെയ്യപ്പെടാൻ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നു. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വളരെ അടുത്ത സ്നേഹിതനായിരുന്നു ഷീ ഇന്നസെന്റ്. ഞാനും അദ്ദേഹമായിട്ട് മത്സരിച്ചു. ഞാൻ ജയിച്ചു, അദ്ദേഹം പരാജയപ്പെട്ടു. അത് സിനിമാ താരമായതുകൊണ്ട് അദ്ദേഹം പരാജയപ്പെട്ടതല്ല. സിനിമാ താരത്തിനായതുകൊണ്ട് ഞാൻ തോൽപ്പിച്ച് ഞാൻ ജയിച്ചതല്ല. LDF UDF തമ്മിൽ മത്സരത്തിൽ ഞാൻ ജയിച്ചു, അദ്ദേഹം തോറ്റു. ആർക്ക് വേണ്ടി സ്ഥാനാർത്ഥിയാണ്. LDF ആര് വേണ്ടി സ്ഥാനാർത്ഥി ആയിക്കോട്ടെ. UDF സംബന്ധിച്ചിടത്തോളം UDFിൻ്റെതായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. എല്ലാ പരീക്ഷണവും കണ്ട സ്ഥലമാണല്ലോ ഈ പറയുന്ന മുകുന്ദപുരവും ചാലക്കുടിയൊക്കെ. അപ്പൊ അതിലൊരു ഒരു കാൻഡിഡേറ്റ്സുകൾ തമ്മിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ കാൻഡിഡേറ്റ് എനിക്കങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ UDFിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാത്തപ്പോൾ വേറൊരു പാർട്ടി മുന്നണിയെ പറ്റി ഞാൻ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇതേവരെ ഇല്ലാത്ത രീതിയിലാണ് LDF ഒരു ഭരണ തുടർച്ചയുണ്ടായി. ഈ ഒരു 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്തൂടെ നമ്മൾ ഈ ഇലക്ഷനെ നേരിടാൻ പോകുന്നത്. വിവിധങ്ങളായ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു. പിണറായി സർക്കാരിനെതിരെ ഈ കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ വിവിധങ്ങളായ ആരോപണങ്ങൾ വന്നു. പക്ഷേ ഈ വിഷയങ്ങളെല്ലാം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ചില ഭാഗത്തേക്ക് കോൺഗ്രസിനെടുക്കുന്ന ചില വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളൊരു ആരോപണമാണ്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല. 2ാം വട്ടം അധികാരത്തിൽ വന്നതാണ് പിണറായി ഗവൺമെന്റിനല്ല, മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ തകർച്ച. അതിനിപ്പോൾ ഗോവിന്ദമാഷ് ഇന്നലെ പറയുന്നത് തകർച്ച. അതാണ് തകർച്ച. യാഥാർത്ഥ്യം ഗോവിന്ദമാഷ് മനസ്സിലാക്കി അത്രയും നല്ലത്. പക്ഷെ അത് മനസ്സിലാക്കേണ്ട മാസ്റ്റർ മനസ്സിലാക്കിയിട്ടില്ല. അതാ കുഴപ്പം കേരളത്തിൽ നടക്കുന്നത്. അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ്റും കഴിഞ്ഞ പിണറായി വിജയൻ്റെ കാലഘട്ടത്തിലുള്ള ഗവൺമെൻറ്റും ഇപ്പോൾ 2ാം ഗവൺമെൻറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണപരാജയത്തെക്കുറിച്ച് ഞങ്ങൾ ഭയങ്കരമായി ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എത്രയോ സമരങ്ങൾ നടത്തി. പിന്നെ ഒരു പൊതു അഭിപ്രായം വരും. പ്രതിപക്ഷം ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് ഏത് വിഷയമാണ്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വിഷയാടിസ്ഥാനത്തിൽ സംസാരിച്ചപ്പോൾ
ഈ ഗവൺമെന്റിന്റെ വീഴ്ചകളെ കുറിച്ച് ഏത് കാര്യമാണ് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ? ക്യാമറ വിവാദം വന്നപ്പോൾ അത് വളരെ പെട്ടെന്ന് കെട്ടടങ്ങുന്ന ക്യാമറ വിഭാഗം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ സമരങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊരു വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഞങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുള്ളൂ, ഞങ്ങൾ മുഖ്യമന്ത്രിയെ കല്ലെറിയില്ല. മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയ സമരങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ സമരം നടത്തി ഞങ്ങൾ. മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയ സമരങ്ങളെല്ലാം അക്രമ സമരങ്ങളായിരുന്നു. അക്രമ സമരങ്ങൾ നടത്തുമ്പോൾ അതിന് കുറച്ചുകൂടി വാർത്താ പ്രാധാന്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രതിപക്ഷ പ്രവർത്തനത്തിന്റെ ശൈലിയെക്കുറിച്ച് തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാകും. പിണറായി വിജയൻ കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ തിരുവനന്തപുരം വന്നപ്പോൾ ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ പ്രതികരിച്ചു. ഡിവൈഎഫ്ഐക്കാരും മറ്റാരും ഇത്രയും ദിവസങ്ങൾ വഴിയോരങ്ങളിട്ട് ഗൺമാൻ ഇറങ്ങി തല്ലിയിട്ട് പോലും ഞങ്ങളുടെ സമരത്തിന് ഒരു ആവേശക്കുറവുണ്ടായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് അപ്പൊ രണ്ടാം നിങ്ങൾ തന്നെ പറയുന്നത് ഗുണ്ടകളെ വെച്ച് തല്ലിയിട്ട് ഞങ്ങൾ പുറകോട്ട് പോയില്ല. പക്ഷേ ഞങ്ങളുടെ സമരത്തിന് തീവ്രത പോരാന്ന് പറയാം. എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞവർ നടത്തിയ സമരവും ഞങ്ങളുടെ സമരം കൊണ്ട് താരതമ്യപ്പെടുത്തുന്നെങ്കിൽ സ്റ്റിൽ വി ബിലീവ് ഞങ്ങളുടെ സമരത്തിനാണ് ശക്തി, ഞങ്ങളുടെ സമരത്തിനാണ് തീവ്രത. അല്ലെ, ചില സ്ഥലങ്ങളിൽ ഗാന്ധിയൻ സമരം അല്ലെങ്കിൽ ഗാന്ധിയൻ രീതിയിൽ മാത്രം പ്രതികരിച്ചാൽ മതിയെന്ന് തോന്നിയിട്ടുണ്ടോ? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ തോൽപ്പിച്ച ഗാന്ധിയൻ രീതി പിണറായി വിജയനെ തോൽപ്പിക്കാൻ പറ്റില്ല. ബ്രിട്ടീഷുകാരാണ് കുഴപ്പമാണെന്ന് തോന്നിയിട്ടില്ല. ശരി, എന്തോ ബ്രിട്ടീഷുകാരാണ് കുഴപ്പമാണ് പിണറായിന്റെ സർക്കാർ അല്ല, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മനസ്സിലായി തോൽപ്പിച്ച ഗാന്ധിയൻ സമരമാർഗത്തിന് പിണറായി വിജയനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കാനുള്ള മൗഢ്യം എനിക്കില്ല. ശരിയാണ്. അപ്പൊ ഈ വരുന്ന ഇലക്ഷനിൽ സ്വാഭാവികമായിട്ടും ഈ സംസ്ഥാന സർക്കാരിന്റെ ഇത്തരത്തിലുള്ള വലിയ അഴിമതി കൂടി പ്രകടമാവും തോന്നുന്നു. സ്വാഭാവികമല്ലേ? കേരളത്തിലെ ജനങ്ങൾ വളരെ രാഷ്ട്രീയ ബോധമുള്ളവരും രാഷ്ട്രീയ പ്രവർത്തനമുള്ളവരുമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുഖ്യമായും ചർച്ച ചെയ്യപ്പെടുന്നത് ദേശീയ രാഷ്ട്രീയമാണ്. ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും. ആ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ രണ്ട് വശം, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് നോക്കാൻ ജനങ്ങൾ തയ്യാറാവും. രാജ്യത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടോ അന്നെല്ലാം കേരളീയ മനസ്സ് കൂടുതൽ ചർച്ച ചെയ്തതും കൂടുതൽ അവരുടെ വോട്ടിംഗ് ചിന്തയെ സ്വാധീനിച്ചതും ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇത്രയും ധിക്കാരവും ഇത്രയും അഴിമതിയും ഇത്രയും അധികാര പ്രമത്തതയും കാണിക്കുന്ന ഒരു ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൂടിയായി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, മണിപ്പൂർ പോലുള്ള വലിയ സംഭവങ്ങൾ മാസങ്ങളായിട്ട് അവിടെ അക്രമം നടക്കുന്നു, വലിയ രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള അക്രമം നടക്കുന്നു, കൊല നടക്കുന്നു. പക്ഷേ ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ള രീതിയിലാണ് BJP ഇലക്ഷനിലേക്ക് മുന്നേറുന്നത്. അവർ ആ വിഷയങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അയോധ്യ വിഷയം മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് വോട്ട് നേടാനുള്ള ശ്രമം നടത്തുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് രാഹുൽ ഗാന്ധിൻ്റെ യാത്ര മണിപ്പൂരിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് അയോധ്യ വിഷയത്തിലാണ്. സ്വാഭാവികമല്ലേ? അയോധ്യ വിഷയത്തിൻ്റെ ശ്രദ്ധ എന്തുകൊണ്ടാണ്? രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് ശ്രദ്ധ കിട്ടാതിരുന്നിട്ടില്ല. പിന്നെ നമ്മളിവിടെ പറയുന്നത് പോലെ മോഡി ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പക്ഷേ മോഡി കൊടുക്കേണ്ട ഗ്യാരണ്ടി മോഡി കൊടുക്കുന്നില്ല. മോഡി കൊടുക്കുന്ന ഗ്യാരണ്ടി ഏത് ഗവൺമെന്റും അധികാരത്തിരിക്കാൻ നേരത്ത് ഈ പറയുന്നത് പോലെ ശുദ്ധജല വിതരണ രംഗത്ത്, ഭവന നിർമ്മാണ രംഗത്ത്, അതുപോലെ തന്നെ കാർഷിക ജനതയ്ക്ക്, മറ്റ് വ്യാവസായിക മേഖലയിലൊക്കെ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിസ്ഥാനപരമായി ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ചില ഗ്യാരണ്ടീസ് ഉണ്ട്. അത് ഒന്ന്, മണിപ്പൂർ പോലെയുള്ള പ്രദേശത്ത് മണിപ്പൂരിൻ്റെ ഗ്യാരണ്ടി അതാണ് നടപടിയാണ്. ഇന്ന് വരെ മോഡി തുറന്ന് സംസാരിച്ചിട്ടില്ല. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഭയവികുലരായി കഴിയുന്നു. എന്താണ് മോഡിയുടെ ഗ്യാരണ്ടി? ഇന്ത്യയിൽ 21 കോടിയിലധികം ചെറുപ്പക്കാർ തൊഴിലില്ലായ്മ അനുഭവിക്കുന്നു. എന്താണ് മോഡിയുടെ ഗ്യാരണ്ടി? സാമ്പത്തികമായി ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് പലപ്പോഴും താഴോട്ട് വരുന്നു. എന്താണ് മോഡിയുടെ ഗ്യാരണ്ടി? കർഷകർ സമരം ചെയ്തു. എന്താ മോഡിയുടെ ഗ്യാരണ്ടി? രാജ്യത്തെ പൊതുമേഖല വിറ്റഴിക്കുന്നു. എന്താ മോഡിയുടെ ഗ്യാരണ്ടി? ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇത്തരം ഗ്യാരണ്ടിയെ കുറിച്ചിട്ടാണ്. ഒരു പ്രധാനമന്ത്രി വന്ന് തേക്കിൻകാട് മൈതാനത്ത് വന്ന് കുറേ ഗ്യാരണ്ടി പറഞ്ഞു. പക്ഷേ പ്രധാനമന്ത്രിയിൽ ഇന്ത്യയുടെ BJPയുടെ നേതാവിന് ഞങ്ങൾക്ക് മനസ്സിലാക്കാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഗ്യാരണ്ടികളല്ല. ഈ രാജ്യം ഇന്ന് നേരിടുന്ന സങ്കീർണമായ പ്രശ്നത്തിൽ ഒരു പ്രധാനമന്ത്രിക്ക് എന്ത് പറയാനുണ്ടോ? ഇന്നേ വരെ രാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഒരു ഗ്യാരണ്ടി ശ്രീ മോഡി നൽകിയിട്ടില്ല. അതുകൊണ്ട് മോഡിയുടെ ഗ്യാരണ്ടി പറയാത്തതുകൊണ്ട് മോഡിയുടെ ഗ്യാരണ്ടി പറയാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രതികരിക്കാൻ പോകുന്നത്.
ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് രാമജന്മഭൂമി തന്നെ ആയിരിക്കുമെന്നാണ് അവർ പറയുന്നത്. അതിനനുസരിച്ചുള്ള നീക്കങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെയുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇലക്ഷനെ നേരിടാൻ പറ്റും, ഇന്ത്യയിൽ മൊത്തത്തിൽ നേരിടാൻ പറ്റും എന്ന് തോന്നുന്നു. രാമജന്മഭൂമി BJP പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വർഗീയത വളർത്തുക എന്ന ലക്ഷ്യമാണ്. യഥാർത്ഥ രാമന്റെ വിശ്വാസമല്ല പറയുന്നത്, യഥാർത്ഥ ഭക്തന്മാരുടെ ആഗ്രഹമല്ല പ്രകടിപ്പിക്കുന്നത്. BJP രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് വർഗീയ രാഷ്ട്രീയമാണ്. ആ വർഗീയ രാഷ്ട്രീയത്തെ എതിർക്കാൻ കഴിയുന്ന ഒരേ ഒരു മുദ്രാവാക്യം, ഒരേ ഒരു വസ്തുതയുള്ളൂ. അത് ഇന്ത്യയുടെ സെക്കുലർ സ്വഭാവത്തെക്കുറിച്ച് പറയുക എന്നുള്ളതാണ്. അത് അന്തിമമായി വിജയിക്കും. 47 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ പാകിസ്ഥാൻ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കണം എന്ന് തീരുമാനമെടുത്തപ്പോൾ ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കണമെന്ന് വാദിച്ചവരുണ്ട്. വർഗീയ കലാപം രാജ്യത്ത് നടന്നു, ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ടായി. പക്ഷെ കോൺഗ്രസും പണ്ഡിറ്റ്ജിയും മഹാത്മാഗാന്ധിയും എടുത്ത കോൺസ്റ്റന്റ് ആയ പൊസിഷനുണ്ട്. നമ്മുടെ മാർഗം അതല്ല. നമ്മുടെ മാർഗം മതേതരത്വത്തിന്റെ മാർഗമാണ്. ഈ രാജ്യത്തുണ്ടായ വർഗീയ കലാപങ്ങളെയൊക്കെ അടിച്ചമർത്തിയത് ആയുധം കൊണ്ടല്ല, മതേതരത്വം എന്ന മൂല്യത്തിന്റെ ശക്തി കൊണ്ടാണ്. മോഡി വീണ്ടും ഈ രാജ്യത്തെ വിഭജിക്കാൻ ആഗ്രഹിക്കുക, മോഡി വീണ്ടും ഈ രാജ്യത്ത് വർഗീയ അജണ്ട ഉണ്ടാക്കാൻ ആഗ്രഹിക്കുക. ആ വർഗീയ അജണ്ടയെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മതേതരത്വ വിശ്വാസികളുടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. അതിന് ഞങ്ങൾ വിജയിക്കുമെന്ന അഭിപ്രായമായിരിക്കും അന്തിമമായി. ഇപ്പോൾ 28 പാർട്ടികളുടെ ഒരു ഐക്യമാണ് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. ഇന്ത്യ മുന്നണി പല സ്ഥലങ്ങളിലും പരസ്പരം മത്സരിക്കുന്ന അവസ്ഥയുണ്ട്. പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ CPM ആയാലും CPI ആയാലും അതുപോലെയുള്ള പാർട്ടികളൊക്കെ പരസ്പരം മത്സരിക്കുന്ന അവസ്ഥയാണ്. എങ്ങനെയാണ് ഇതിനൊരു യൂണിഫോമിറ്റി ഉണ്ടാകുന്നത്? ഇന്ത്യ മുന്നണി രൂപം കൊടുത്തപ്പോൾ തന്നെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത് ചില അടിസ്ഥാനപരമായ തത്വങ്ങൾ യോജിക്കുക എന്നുള്ളതാണ്. UDF പോലെയല്ല ഇന്ത്യ മുന്നണി. UDF എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ പാർട്ടി പോലെയാണ്. ഇന്ത്യ മുന്നണി പൊളിറ്റിക്കൽ പാർട്ടിയല്ല. അത് ദേശീയ തലത്തിൽ ഇന്ന് രാജ്യം നേരിടുന്ന ശക്തമായ വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ പറ്റുന്ന ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ അകത്ത്. അതിൽ സംസ്ഥാന തലത്തിൽ പല പാർട്ടികളും പല രീതിയിൽ മത്സരിക്കും. ഞങ്ങൾ ഒരിക്കലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാക്കുന്നത് ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുമായി കേരളത്തിൽ അലയൻസ് ഉണ്ടാക്കുന്ന ഞങ്ങൾ പറഞ്ഞിട്ടില്ല. യോജിക്കാവുന്ന തലങ്ങളുണ്ട്. ആ യോജിക്കാവുന്ന തലങ്ങൾ പൊതുതത്വങ്ങൾ യോജിക്കും. ആ പൊതുതത്വങ്ങൾ യോജിക്കുമ്പോൾ ചില യാഥാർത്ഥ്യം ചില പാർട്ടികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ചില യാഥാർത്ഥ്യങ്ങൾ ഇന്ത്യ മുന്നിൽ ചില പാർട്ടികൾ തിരിച്ചറിഞ്ഞിട്ടില്ല. BJP എന്ന് പറയുന്ന ഇന്ന് രാജ്യത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയ ചിന്തകളെ നേരിടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്ലാറ്റ്ഫോമാണ് നല്ലത്. അതാണ് ഇന്ത്യ മുന്നിലേക്ക് വന്നിരിക്കുന്ന പല പാർട്ടികളും അംഗീകരിച്ചിരിക്കുന്നത്. NCP പോലെയുള്ള, ഈവൻ മറ്റേ ആം ആദ്മി പോലെയുള്ള മറ്റു പല പാർട്ടികൾ, തൃണമൂൽ കോൺഗ്രസ്, അതുപോലെ തന്നെ DMK പോലെയുള്ള പാർട്ടികൾ അംഗീകരിച്ചിരിക്കുന്നു. ചില പാർട്ടികൾ ഇപ്പോഴും അത് അംഗീകരിച്ചിട്ടില്ല. അത് അവരുടെ മനസ്സിൽ ഇന്ത്യ മുന്നണിക്കിടെ അനുകൂലം പോലെ തന്നെ കാലാകാലങ്ങളായി അവരുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു അന്ധമായ കോൺഗ്രസ് വിരോധമുണ്ട്. അന്ധമായ കോൺഗ്രസ് വിരോധം രാജ്യത്തിന് അപകടമാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇന്ത്യ മുന്നണി ചില ഘടകകക്ഷികൾ ആലോചിച്ചാൽ അവർക്ക് നല്ലത്. അതിൻ്റെ പേരിൽ ഇന്ത്യ മുന്നണി പൊളിയൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇന്ത്യ മുന്നണി വേറൊരു മാനത്തിലാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു തെരഞ്ഞെടുപ്പ് പ്ലാറ്റ്ഫോം മാത്രമല്ല ഇന്ത്യ മുന്നണി. ഇപ്പോൾ ഈ CPM ആയാലും CPI ആയാലും മറ്റുള്ള പാർട്ടികളൊക്കെ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ദേശീയ തലത്തിൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ കേരളത്തിൽ എന്തിനാണ് ഒരു മത്സരം തന്നെ നടക്കുന്നുള്ള ഒരു വിഷയം? അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും അത് ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് അവിടെ ഞാൻ പറഞ്ഞത് ഈ നിങ്ങൾ ആദ്യം കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ചല്ലോ. നയപരമായ അഭിപ്രായവ്യത്യാസം കൂടുതലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലാണ്. യെച്ചൂരിയുടെ നയമാണോ പിണറായി വിജയൻ അംഗീകരിച്ചിരിക്കുന്നത്? പ്രകാശ് കാരായിട്ടുള്ള നയമാണോ അംഗീകരിച്ചിരുന്നത്? ഞങ്ങള് ഖാർഗേജിയുടെ നയം അംഗീകരിക്കുന്നതാണ് ഞങ്ങൾ. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് തർക്കമില്ല. ഞങ്ങൾക്ക് ഇവിടെ ചില തർക്കങ്ങളേ ഉള്ളൂ. അവർക്ക് അങ്ങനെയല്ല. അവരിപ്പോഴും മറ്റൊരു തർക്കത്തിൽ നിൽക്കുക. അവരുടെ ഇപ്പോഴും അന്ധമായി അവർ കേരളത്തിലെ കോൺഗ്രസിനെ എതിർക്കുക. BJP-യേക്കാൾ കൂടുതൽ അവരെ എതിർക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിനെയാണ്. അല്ല, അത് ഭയന്നിട്ടാണോ? അല്ല, അങ്ങനെ ഭയമുള്ളവർക്ക് ഭയമായിട്ട് നടക്കട്ടെ. ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങൾക്ക് BJP എതിർക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിലും BJP എതിർക്കാനുള്ള ആർജവമുള്ളവരാണ്
ഇന്ത്യയിലെ കോൺഗ്രസും കേരളത്തിലെ കോൺഗ്രസും എനിക്ക് പൂർണ്ണ വിശ്വാസം. ഇതിൽ കേരളത്തിൽ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJP അംഗീകരിക്കുന്നത് ഈ ദേശീയ തലത്തിലുള്ള അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും അതുപോലെ തന്നെ കേരളത്തിലെ CPM തമ്മിൽ ചില അന്തർധാരകളുണ്ട് എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അത് നമ്മൾ കാണാതെ പോകാൻ പറ്റും. അല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ അന്തർധാരയുള്ളത്? ഒന്ന് ഭയം കൊണ്ടും. അതെ, അത് ഞാൻ നേരത്തെ ഭയമാണെന്ന്. ഒന്ന് അന്ധമായ വിരോധം കൊണ്ടും. ഭയവും അന്ധമായ രണ്ടുമുണ്ട്. ഒന്ന് കേരളത്തിലെ കോൺഗ്രസിനോടുള്ള അന്ധമായ വിരോധം ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കുണ്ട്. രണ്ട്, അവർക്ക് ഭയമുണ്ട്. ആ ഭയമാണ് അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുകയാണ്. നമുക്കറിയാമല്ലോ, പല അന്വേഷണങ്ങൾ നടക്കുന്നു. കോൺഗ്രസ് അല്ല കുറ്റക്കാര്. ഞങ്ങൾ നടത്തിയ സമരത്തിന്റെ തീവ്രത പോരാന്ന് പറയുന്നു. വസ്തുതാപരമായി തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് അന്വേഷണത്തിന്റെ തീവ്രത എവിടെ മങ്ങിപ്പോവുക. ഈ പല ED അന്വേഷണങ്ങൾ പുറമെ അന്വേഷണങ്ങൾ അകത്തേക്ക് കിടക്കുന്നില്ല. SNC ലാവലിൻ കേസിന്റെ 36ാമത്തെ പ്രാവശ്യം മാറ്റി. ശരിക്കും വരാതിരിക്കാൻ വേണ്ടി അല്ല, 36ാമത്തെ പ്രാവശ്യം മാറ്റി. ഞാൻ ഇത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ BJP ഭയപ്പെടുത്തുക, തീരുമാനമെടുക്കാതെ പ്രാക്ടീസാണ്. തീരുമാനമെടുക്കാതെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. സ്വർണ്ണ കേസ്, പല കേസുകളും പ്രധാനമന്ത്രി എന്താ വന്ന് പറഞ്ഞത്? പ്രധാനമന്ത്രി തേക്കിൻകാട് മൈതാനത്ത് ഗ്യാരണ്ടി കൊടുത്ത പ്രധാനമന്ത്രി സ്വർണ്ണക്കേസിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് സ്വർണ്ണക്കേസിൽ ആ കേസ് അന്വേഷണത്തെ കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി എന്ന് പ്രധാനമന്ത്രി പറയുന്നില്ല. അപ്പൊ ഇട്ടിട്ട് പോവുക. അങ്ങനെ ഇടുമ്പോൾ അതേക്കുറിച്ച് ഇവർ ഭയപ്പെടുന്നു എന്ന് അവർക്കറിയാം. അതുകൊണ്ട് പരസ്പരം അവരങ്ങ് ഉപയോഗിക്കുക. അന്തർധാര അങ്ങനെ ഉണ്ടാകുന്നു. അന്തർധാരയാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത്. ഈ പ്രകാശ് ജാവ്ദേക്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കേരളത്തിന്റെ ചുമതലയുള്ള BJPയുടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വീണ വിജയനെതിരെയുള്ള ആരോപണം വലിയ കുറ്റകരമായ സംഭവമാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ആ ആരോപണത്തെക്കുറിച്ച് ആരാ പറഞ്ഞിരിക്കുന്നത്? ആ ആക്ഷേപം ആരാ ഉന്നയിച്ചിരിക്കുന്നത്? ഞങ്ങൾ കോൺഗ്രസ്സുകാരല്ല ഉന്നയിച്ചിരിക്കുന്നത്. ആ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് ചില അധികാരമുള്ള സ്ഥലങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്ന ആക്ഷേപം. അന്വേഷിക്കേണ്ടതാരാ? തീരുമാനമെടുക്കേണ്ടതാരാ? ഞാൻ ഒന്നുകൂടി പറഞ്ഞു, ആർജവം കാണിക്കേണ്ടതാരാ? ഇത്രയും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ട് അഴിമതി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുന്ന ബഹുമാനായ ശ്രീ പിണറായി വിജയനോട് ഒറ്റ ചോദ്യം ഞങ്ങൾക്കുള്ളൂ. ഒന്നുകിൽ അന്വേഷണം നേരിടണം. അപ്പൊ അന്വേഷണം നേരിടാന്ന് പറയുന്നത് ED ഇത് വന്ന് കുഴപ്പമുണ്ടാകുന്നു. ഇത് അങ്ങനെയാണെങ്കിൽ ഒരു അന്വേഷണം ഇവർ തന്നെ പറയട്ടെ. ഇപ്പൊ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം വന്നു. അന്വേഷണ കമ്മീഷൻ ഉമ്മൻചാണ്ടി തീരുമാനിച്ചു, അത് നിയമിച്ചു. അന്വേഷണ കമ്മീഷന് മുന്നിൽ പോയി നമുക്ക് എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞു. 24 മണിക്കൂർ പോയിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, സത്യം ജയിക്കും. ഉമ്മൻചാണ്ടി വളരെ ഭാഗ്യവാനാണ്. ഉമ്മൻചാണ്ടി വളരെ പെട്ടെന്ന് നമ്മൾ വിട്ടുപോയെങ്കിലും ഉമ്മൻചാണ്ടി സത്യം ജയിക്കുമെന്നതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രത്യയശാസ്ത്രം. ആ സത്യം ജയിച്ചു കണ്ടിട്ട് അദ്ദേഹത്തെ മരിച്ചത്. ഇവിടെ ആക്ഷേപങ്ങൾ ഉണ്ടായപ്പോൾ പിണറായി വിജയൻ എന്താ ചെയ്യുന്നത്? ഞാൻ ആർജവം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചു. ഇനി ഈ ED അന്വേഷണമൊക്കെ തെറ്റാണ്. പിണറായി വിജയനെതിരായിട്ട് വന്നിരിക്കുന്ന അന്വേഷണത്തെ കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം വെക്കട്ടെ. ഉമ്മൻചാണ്ടിയുടെ പേരിൽ അടിസ്ഥാനപരമായ ആരോപണം ഉന്നയിച്ചെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയെ അതിൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് പ്രസ്താവന കൊടുക്കല്ല ഇത്. കേരള രാഷ്ട്രീയത്തിൽ വളരെ ക്രെഡിബിലിറ്റി ഉള്ള നേതാവായിരുന്നു ശ്രീ അച്യുതാനന്ദൻ. രാഷ്ട്രീയമായ വ്യത്യാസങ്ങളിലും അച്യുതാനന്ദൻ ഉന്നയിച്ചൊരു ആരോപണം ഉണ്ടായപ്പോൾ, തെറ്റാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായപ്പോൾ ഉമ്മൻചാണ്ടി മാനനഷ്ടത്തിന് കേസ് കൊടുത്തു. അവസാനം സത്യം ജയിച്ചു. അച്യുതാനന്ദൻ 10 ലക്ഷം ഉമ്മൻചാണ്ടി കൊടുക്കേണ്ടി വന്നു. അവസാനം വന്നപ്പോൾ പൈസ വേണമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു കാണും. അത് അദ്ദേഹത്തിന്റെ മാന്യത. പക്ഷേ അതാണ് ഒരു ഭരണത്തലവൻ കാണിക്കേണ്ട ആർജവം. ഇത് ആർജവവും ഇല്ല, വെറും ഭയപ്പെട്ട് ഇതിന്റെ പിന്നാലെ പോകും. ഈ കരിമണൽ കടത്തിയ മാസപ്പടി മേടിച്ചു എന്നുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം പറഞ്ഞത് പൊതുവേദിയിലല്ല, അല്ല നിയമസഭയിലാണ്, രേഖകളിലുള്ളതാണ്. എന്തുകൊണ്ട് അന്വേഷിക്കാത്തത്? രണ്ട് കാര്യമുണ്ടല്ലോ. ഞങ്ങൾ അതിൻ്റെ അകത്ത് എന്തിനാ പറയുന്നത്? ഒന്നുകിൽ അടിസ്ഥാനരഹിതമാണെങ്കിൽ അടിസ്ഥാനരഹിതമായി ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആളുകൾക്കെതിരെ അന്വേഷണം നടത്താൻ പിണറായി വിജയനാവണം. അത് ശരിയാണ് എന്നതാണ് BJP പറയുന്നതെങ്കിൽ BJP അതിന് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകണം. ഇത് രണ്ടുമില്ല. അല്ല, BJPക്കാർ യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെക്ക് പറഞ്ഞ് നിർത്തുകയാണ്. അതാ പറഞ്ഞത്, ചെക്ക് പറഞ്ഞ് നിർത്തുന്നത് ഭയപ്പെടുത്തുന്നതാണ്. കാരണം ഇവിടെയും കുറെ പ്രശ്നം. ചെക്ക് പറഞ്ഞ് നിർത്തുമ്പോൾ നമ്മൾ ചെക്ക് പറയാൻ ചിലപ്പോൾ ചെക്ക് പറയാൻ നമുക്ക് ചില വഴികളുണ്ടാവും രക്ഷപ്പെട്ടു പോരാൻ വേണ്ടിയിട്ടുള്ളത്.
അപ്പോൾ ആ വഴി അന്വേഷിക്കാം. പക്ഷെ അന്തിമമായി ചെക്കിൽ കിടന്ന് കൊടുക്കാൻ പോവുക. അതിപ്പോൾ നമുക്ക് ഈ ചാലക്കുടിയിൽ നിന്ന് വളരെ കുറച്ചേ ഉള്ളൂ കൊടകരയിലേക്ക്. ഈ കൊടകര വിഷയത്തിലൊക്കെ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് വലിയ ആരോപണം നേരിട്ടാണ്, അദ്ദേഹത്തിന് രക്ഷിച്ചു കൊടുത്തിട്ടുണ്ട്. ഉണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം 5 വർഷമായി നടന്നിട്ടത്. 3 വർഷം 3 വർഷം, സോറി, കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ, 3 വർഷം, ക്ഷമിക്കണം. അപ്പം ഞാൻ പറയുന്നത് BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും സ്വന്തം അധികാരം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പരസ്പര ധാരണകൾ ഉണ്ടാക്കുക. BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കോൺഗ്രസ് MP-മാരുടെ നമ്പർ വർദ്ധിക്കുന്നതല്ല അവർക്ക് ഭയമാണ്. അതിനേക്കാൾ ഭേദം കോൺഗ്രസ് വിരുദ്ധരുടെ നമ്പർ വർദ്ധിക്കാൻ അവർ നോക്കുന്നു. അതുകൊണ്ട് അന്തർധാരയൊക്കെയും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറച്ചും കൂടി കാണാൻ പോവുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു സീറ്റ് ഒഴികെ ബാക്കി എല്ലാ സീറ്റും UDF-ന് കിട്ടിയതാണ്. ഇത്തവണ ആ സീറ്റ് നിലനിർത്താൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? ഞാൻ അതിനകത്ത് വിശ്വസിക്കുന്നു. നിലനിർത്താൻ പറ്റുമെന്ന് മാത്രമല്ല, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ട സീറ്റുകളിൽ കോൺഗ്രസ് തിരിച്ചു കിട്ടുമെന്ന് വിശ്വാസമില്ല. UDF-ന്, കോൺഗ്രസ് UDF-ന് തിരിച്ചു കിട്ടുമെന്നതാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവസാന നിമിഷത്തിലാണല്ലോ ഇതിൻ്റെ കുറച്ചുകൂടി ഒരു അടിയൊഴുക്കുണ്ടാവുന്നത്. ജനങ്ങളൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ മാണി കോൺഗ്രസ് കൂടെ ഇല്ല. ഞാൻ മാണി കോൺഗ്രസ് ഇല്ലെങ്കിലും പാലായിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് പറ്റി. പാലായിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് മാണി കോൺഗ്രസ് ഉണ്ടായിരുന്നല്ലോ, ജയിച്ചത് മാണിയല്ലല്ലോ. അവിടെ മുന്നിൽ പല ചിത്രങ്ങളുണ്ടല്ലോ. അപ്പം മാണി കോൺഗ്രസിന് പോലും മനസ്സിലായി ഈ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ. നവകേരള യാത്ര നടത്തിയപ്പോൾ യഥാർത്ഥ സ്വഭാവം മാണി കോൺഗ്രസിന് മനസ്സിലായി. ചാഴിക്കാട് നിർത്തിയായി കൊടുത്തല്ലോ. ചാഴിക്കാട് ജാഥ പരാതി കേൾക്കാനാന്ന് പറഞ്ഞപ്പോ പാലായിൽ വെച്ച് മാണി സാറിനെ അനുസ്മരിച്ചുകൊണ്ട് പരാതി പറഞ്ഞ ചാഴിക്കാടിനോട് നിങ്ങൾ നിർത്താൻ അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എങ്ങോട്ടാ പോകുന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. ഈ ചാഴിക്കാട് തന്നെ അവിടെ വീണ്ടും മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിയല്ല. കഴിഞ്ഞ പ്രാവശ്യം UDF സ്ഥാനാർത്ഥി ആയിരുന്നു ചാഴിക്കാട്. ഇത്തവണ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരും. രാഷ്ട്രീയത്തിൽ മുന്നണി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും. അതെ, പക്ഷേ എങ്കിൽ പോലും പിണറായി വിജയൻ പോലും താല്പര്യമില്ല ഒരാളവിടെ മത്സരിക്കും എന്ന് പറയുമ്പോൾ അതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. രാഷ്ട്രീയം എന്താണെന്ന് ജനങ്ങൾ തീരുമാനിപ്പിക്കുള്ളൂ. ഈ ചാലക്കുടിയിൽ യഥാർത്ഥത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നൊരു സ്ഥലമാണ് ചാലക്കുടി. എന്താണ് ചാലക്കുടിയെ വികസിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട്? ഞാൻ അതുകൂടി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചർച്ച വേണ്ടി ഉപസംഹരിക്കാതിരിക്കാം. കാരണം എന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ MP ആയ സമയത്ത് കോവിഡിൻ്റെ കാലഘട്ടമായിരുന്നു. MP ഫണ്ട് പോലും വെട്ടിക്കുറച്ച സമയമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അന്നത്തെ MP എന്ന നിലയിലുള്ള ഞങ്ങളുടെ പ്രവർത്തനവും ഞങ്ങളുടെ ഫണ്ടും 100% ഞങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് കോവിഡ് എന്ന മഹാമാരി നേരിടാൻ വേണ്ടിയിട്ട്. അതിൽ ഞാൻ ഫലപ്രദമായി കാര്യങ്ങൾ ചെയ്തു എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഇവിടുത്തെ ആ ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താൻ അന്ന് ആവശ്യം ഒന്ന് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിനെ, അതുപോലെ തന്നെ ജില്ലാ ആശുപത്രികളെ, താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആശുപത്രിയൊക്കെ ശക്തിപ്പെടുത്താനാണ്. എൻ്റെ നിയമമണ്ഡലത്തിലെ എല്ലാ താലൂക്കിലെ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിനും ഞാൻ ആ സമയത്ത് ഓക്സിജൻ കോൺസെൻട്രേറ്റ് കൊടുത്തു. ചാലക്കുടി താലൂക്ക് കോവിഡ് പരിശോധന ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള മെഷീൻ കൊടുത്തു. അന്ന് അതൊക്കെ വലിയ കാര്യമായിരുന്നു. ഇപ്പം ചിലപ്പോൾ നമ്മൾ പറയാനത്തെ അവിടെ ഓക്സിജൻ പ്ലാന്റ് കൊടുത്തു. അന്നത്തെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്സിൻ കിട്ടാനായിരുന്നു. കേരളത്തിൽ ഞാൻ മേ ബി എൻ്റെ അവകാശവാദം തെറ്റോ എന്നെനിക്കറിയില്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫ്രീ വാക്സിൻ കൊടുത്ത സ്ഥലമാണ് ചാലക്കുടി. ചാലക്കുടിയിൽ ഏകദേശം 4000 പേർക്ക് ഫ്രീ വാക്സിൻ കൊടുത്തു. അതിൽ ഏറ്റവും എനിക്ക് സംതൃപ്തി, നമ്മുടെ ഇവിടെ വലിയൊരു ആദിവാസി മേഖലയുണ്ട്, അതിരപ്പള്ളി. അന്നവർക്ക് വാക്സിനേഷനോട് പോലും അവരുടെ പ്രതികരണം ആദ്യം മോശമായിരുന്നു. അതിരപ്പള്ളിയിൽ ഒരു വലിയ മെഡിക്കൽ ടീമിനെ അവിടെ കൊണ്ടുപോയി അവിടുത്തെ 1000-ൽ താഴെ ആളുകൾക്ക് മറ്റേ ട്രൈബ്സ് കമ്മ്യൂണിറ്റിക്കും തോട്ടമേഖലകൾക്കും അവിടെ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും, വാക്സിൻ കൊടുക്കാൻ കഴിയും. അന്നത്തെ മറ്റൊരു പ്രശ്നമായിരുന്നു വിദ്യാഭ്യാസ മേഖലയുമായിട്ട് കോവിഡിൻ്റെ ആഘാതം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ മേഖല പഠിക്കാൻ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ഇല്ല, പഠിക്കാൻ കുട്ടികൾക്ക് ഫോണില്ല, മറ്റേ നമ്മളുടെ ഓൺലൈൻ വിദ്യാഭ്യാസം വ്യാപകമായി ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒക്കെ അന്ന് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ സ്മാർട്ട് ഫോണും കൊടുക്കേണ്ടതായിരുന്നു. സ്കൂളുകളെ കുറച്ചുകൂടി സജീവമാക്കേണ്ടത് സ്കൂൾക്ക് ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ കൊടുക്കുക, അതുപോലെ തന്നെ ആശുപത്രികൾക്ക് ആവശ്യമായ ആംബുലൻസ് കൊടുക്കേണ്ടതായിരുന്നു ആദ്യത്തെ.
പിന്നീട് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ MBAയുടെ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ പൊതുപ്രവർത്തനത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ. കാര്യം അവർ ഏറ്റവും കൂടുതൽ പരിഗണന, ഞാൻ ഉമ്മൻചാണ്ടിയിൽ നിന്ന് പഠിച്ചിരിക്കുന്നതാണ്, അവർ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ വിചാരിച്ചു. എൻ്റെ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ എല്ലാ ബഡ് സ്കൂളുകൾക്കും അവിടെയാണ് ഈ ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ്. കമ്പ്യൂട്ടറും പ്രൊജക്ടറും പ്രിൻ്ററും ഞാൻ സൗജന്യമായിട്ട് കൊടുക്കും അത്തരം കുട്ടികൾക്ക് സഹായിക്കുന്നതിന് വേണ്ടി. ഈ നിയോജകമണ്ഡലത്തിലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ക്യാമ്പുകൾ നടത്തി അവരുടെ ഡിസബിലിറ്റി എന്താണെന്ന് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പുകൾ നടത്തി. ആ ക്യാമ്പിലൂടെ രോഗനിർണയം നടത്തിയിട്ടുള്ള ഭൂരിപക്ഷം ആളുകൾക്കും അവർക്കാവശ്യമുള്ള എന്തുപകരണമാണ്, ചിലർക്ക് മറ്റേ ഹിയറിംഗ് എയ്ഡ് വേണം, ചിലർക്ക് വീൽ ചെയർ വേണം, ചിലർക്ക് ഇലക്ട്രിക് വീൽ ചെയർ വേണം, ചിലർക്ക് ആർട്ടിഫിഷ്യൽ ലിംബ് വേണം, ചിലർക്ക് കണ്ണട വേണം, ചിലർക്ക് കാഴ്ചക്കുറവുള്ളവർക്ക് അവരുടെ മറ്റുള്ള ഉപകരണങ്ങൾ വേണം. അങ്ങനെ വന്ന മുഴുവൻ ആളുകൾക്കും അലിംകോ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ട് ഉപകരണങ്ങൾ ഞാൻ വിതരണം ചെയ്തു. കാട്രൈറ്റ് അതിനെ എന്നെ പ്രേരിപ്പിച്ച് ഇവിടെ LF ഹോസ്പിറ്റലാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഒപ്തോമോളജി ഹോസ്പിറ്റൽ. LF ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ നിയോജകമണ്ഡലത്തിൽ തിമരമുക്ത ചാലക്കുടി എന്ന് പറയുന്ന ഒപ്പമുണ്ട് MB എന്ന് പറഞ്ഞൊരു സ്കീമിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ആ തിമരമുക്ത ചാലക്കുടി എന്ന് പറയുന്ന സ്കീമിൽപ്പെടുത്തി മെഡിക്കൽ ക്യാമ്പ് നടത്തി നിരവധി പേർക്ക് സൗജന്യമായി കാട്രൈറ്റ് ഓപ്പറേഷൻ ചെയ്ത് കൊടുത്ത് അവർ കണ്ണട കൊടുത്തു. മറ്റൊന്ന് ഒരു മെഡിക്കൽ ക്യാമ്പാണ്. ഈ നിയോജകമണ്ഡലത്തിൽ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുപ്പിച്ചു. ഏകദേശം 100ഓളം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടർമാരും 100-300 പാരാമെഡിക്കൽ സ്റ്റാഫിലേക്ക് വെച്ചുകൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തി. മെഡിക്കൽ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ട്. മെഡിക്കൽ ക്യാമ്പിൽ നിർണ്ണയിച്ചിട്ട് രോഗത്തിന് ചികിത്സ വേണ്ട ആളുകളെ കണ്ടെത്തി തുടർ ചികിത്സ കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഒന്നും സൗകര്യങ്ങൾ എത്തിപ്പെടാത്തൊരു പ്രദേശമാണ് ഈ അതിരപ്പള്ളി പോലെയുള്ള പ്രദേശം. അതിരപ്പള്ളിക്ക് വേണ്ടി ഞാൻ ഒരു 2-3 മാസം മുമ്പ് ഞാൻ സ്പെഷ്യൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. അവിടെ ഒരു 1000-ൽ താഴെയുള്ള ആളുകൾ അവിടെ പങ്കെടുപ്പിച്ചു. അവരുടെയും ഈ തുടർ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു MB എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ മറ്റു തലത്തിലാണ്. ഇവിടുത്തെ റെയിൽവേ MBക്ക് ദൈനംദിന വികസന പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി സംസ്ഥാന ഗവൺമെൻറ്. പക്ഷേ ഇപ്പോൾ റോഡുകളുടെ കാര്യത്തിൽ PMGSY എന്ന് പറയുന്ന റോഡാണ് പ്രൈം മിനിസ്റ്റർ കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ളത്. അതിൽ ഞാൻ അഭിമാനിക്കുന്ന കാര്യം, എറണാകുളം ജില്ലയിൽ ഈ സ്കീമിൽപ്പെട്ട് 140 കിലോമീറ്റർ റോഡം കണ്ടായിട്ട് 100 കിലോമീറ്റർ എന്ന നിയമത്തിൽ എറണാകുളം ജില്ലയിൽ 4 നിയമത്തിൽ, തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം ഞാൻ എൻ്റെ കണക്കിപ്പോൾ കിട്ടിയപ്പോൾ ഒരു 90 കോടിയോളം രൂപയുടെ ഈ റോഡിൻ്റെ വർക്ക് നടത്തണം. സെൻട്രൽ റോഡ് ഫണ്ട് സാധാരണ കിട്ടും, എനിക്ക് 2 സെൻട്രൽ റോഡ് ഫണ്ടിൻ്റെ കാര്യത്തിൽ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകൾ 3 പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണുള്ളത്. ആലുവ, അങ്കമാലി ആൻഡ് ചാലക്കുടി. ഇത് 3ഉം കേന്ദ്ര ഗവൺമെൻറ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3ൻ്റെ നവീകരണ പ്രവർത്തനം നടക്കുന്നു. മുടങ്ങിക്കിടന്നിരുന്ന ഒരു റെയിൽവേ ലൈനാണ് അങ്കമാലി ശബരി. ഞാൻ MB ആയിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ വന്നപ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ് ആ പദ്ധതി ഉപേക്ഷിച്ചു. ബഡ്ജറ്റ് പ്രൊവിഷൻ പോലും കൊടുത്തില്ല. എൻ്റെ മാത്രമല്ല, ഞാനും സമീപപ്രദേശത്തുള്ള MPമാരുണ്ട്. ഈ ലൈൻ കടന്നു പോകുന്ന സ്ഥലത്തുള്ള ഡീൻ കുര്യാക്കോസ്, അതുപോലെ ശ്രീ ആൻറ്റോയെ പോലെയുള്ള ആളുകളുടെ എല്ലാവരുടെയും ശ്രമഫലമായിട്ട് ആ പദ്ധതി വീണ്ടും ഇപ്പം ലൈവിലേക്ക് കൊണ്ടുവന്നു. ബഡ്ജറ്റ് പ്രൊവിഷൻ കൊടുത്തു. ഇനിയിപ്പോൾ ഈ അടുത്ത ദിവസം അത് കേരള ഗവൺമെൻറ് അതിനുള്ള സ്ഥലം വാങ്ങാനുള്ള ലാൻഡ് അക്വിസിഷന് വേണ്ടി പണം ഇപ്പോൾ കേരള ഗവൺമെൻറ് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ സഹായമാക്കാത്തിൽ വേണം അത് വീണ്ടും അത് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ 2 ഹൈവേ ആണ് എൻ്റെ ഇതിൽ പോകുന്നത്. 66ഉം അതുപോലെ ഇവിടുത്തെ ഈ ഹൈവേയും. ഇതിൻ്റെ എല്ലാം 6 ലൈൻ 6 വീതി കൂട്ടുന്നു. നല്ല വർക്കാണ് നാഷണൽ ഹൈവേയിൽ നടത്തുന്നത്. ശ്രീ ഗാഡ്ഗിരി അക്കാര്യത്തിൽ എടുക്കുന്ന ഒരു താല്പര്യത്തെ MB എന്നാലും ഞാനും അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വീതി കൂട്ടിയപ്പോൾ ചില പ്രശ്നങ്ങൾ വന്നു. ഫ്ലൈ ഓവറിൻ്റെ പ്രശ്നങ്ങളൊക്കെ 13 വർഷമായി ചാലക്കുടി അണ്ടർ പാസേജ് മുറുകി കിടക്കുന്നത്. അതിൻ്റെ പണി പൂർത്തീകരിച്ചു. 4 ഈ നമ്മുടെ അങ്കമാലി പ്രദേശത്ത് പോരുന്ന നാഷണൽ ഹൈവേയിൽ ചാലക്കുടിയിൽ നിന്നിട്ട് പോന്നാൽ അങ്കമാലി വരെ 4 അണ്ടർ പാസ് ഈ പ്രാവശ്യം അവിടുത്തെ സിഗ്നൽ സിസ്റ്റം മാറ്റാൻ തീരുമാനിക്കുന്നു. അപ്പുറത്ത് കോസ്റ്റൽ ഏരിയ ആണ്, അവിടെ കുറച്ചുകൂടെ ആവശ്യമുണ്ട് അണ്ടർ പാസിൻ്റെ കാര്യത്തിൽ.
അതിൽ 1-2 അണ്ടർപാസുകൾ ഞങ്ങൾ അനുവദിപ്പിച്ചു. മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. കോസ്റ്റൽ ഏരിയ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള സ്കീം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എടുത്ത് പറയുന്നതല്ല. പൊതുവെ ഒരു MP-യുടെ ഇപ്പോൾ ഏത് പ്രവർത്തനത്തിന് പോരായ്മയാണ്, ഞാൻ 100% വിജയിച്ചു, 100% പ്രവർത്തിച്ചു എന്ന അവകാശവാദം ഞാൻ ഉന്നയിക്കുന്നില്ലെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധപ്പെടുത്തേണ്ട കാര്യങ്ങൾ, അത് റെയിൽവേയുടേതാണെങ്കിലും റോഡുകളുടേതാണെങ്കിലും മറ്റു കാര്യങ്ങളിലേക്കാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിന് പലതറിയാം, പല സംസ്ഥാന ഗവൺമെൻറ് കൂടി സപ്പോർട്ട് കൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ESI ഹോസ്പിറ്റൽ പണി പൂർത്തീകരിച്ചു, മറ്റതിന് വേണ്ടിയിട്ടുള്ള പണി ആരംഭിക്കാൻ പോകുന്നു. അങ്ങനെ ആരോഗ്യ മേഖലയിലാണെങ്കിലും മറ്റ് രംഗത്തൊക്കെയാണെങ്കിലും നമുക്ക് പിന്നെ ഈ നിയോജകമണ്ഡലത്തിൻ്റെ ചില പൊതു ആവശ്യങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കുന്ന ഉത്തരവാദിത്തമാണ് എന്നെ ഒരു MP എന്ന നിലയിൽ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം, എൻ്റെ കണക്കല്ല, കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ വന്ന ഇതനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച കേരളത്തിലെ MP-മാരുടെ പട്ടികയിൽ എൻ്റെ പേരുമുണ്ടെന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ടായി. കിട്ടുന്ന അവസരങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാനും അതുപോലെ ഇടപെടുന്ന കാര്യത്തിൽ, സംസാരിക്കുന്ന കാര്യത്തിലും, ബില്ലുകൾ അവതരിപ്പിക്കുന്ന കാര്യത്തിലുമൊക്കെ മോശമല്ലാത്തൊരു നമ്പറാണ് എൻ്റെ എന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് MP-ക്ക് ഒരു പാർലമെൻറ്റിൽ ശ്രദ്ധയിൽപ്പെടുത്താമെന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളൊക്കെ പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ സംതൃപ്തിയാണുള്ളത്. ഈ നെക്സ്റ്റ് ടൈം, അതായത് പിന്നെ നിലവിലുള്ള MP-മാർ, ഇപ്പം കണ്ണൂർ MP ആയിരിക്കുന്ന KPCC പ്രസിഡന്റ് ഒഴികെ ബാക്കി എല്ലാ ആളുകളും വീണ്ടും മത്സരിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്താണ് അതിനൊരു? അതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് അല്ല, എന്തായാലും പാർട്ടി നിർദ്ദേശിച്ചാൽ വീണ്ടും മത്സരിക്കില്ലേ? സ്വാഭാവികമാണ്. പാർട്ടിയുടെ തീരുമാനം ഞാൻ ഒരിക്കലല്ല. പാർട്ടി മത്സരിക്കാൻ പറഞ്ഞപ്പോൾ മത്സരിച്ചിട്ടുണ്ട്, പാർട്ടി മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ മാറി നിൽക്കില്ല. മാറി നിൽക്കാൻ പറഞ്ഞത് എനിക്കൊരു പരാതി ഉണ്ടായിട്ടില്ല. ഈ പ്രാവശ്യം പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, മാറി നിൽക്കുന്നതിന് മാറി നിൽക്കാനൊന്നും, അതൊക്കെ എല്ലാം പാർട്ടി ഡിസൈഡ്. സ്ഥാനാർത്ഥിയാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.